ഒരു സത്യനന്ദിക്കാട് സിനിമയുടെ ക്ലൈമാക്സ് പോലെ എല്ലാം നല്ലതിന് എന്നുള്ള രീതിയിലാണ് മഹാബലിയുടെ കഥയും വൈൻഡപ്പ് ചെയ്യുന്നത്. മഹാബലിയുടെ കഥ നമുക്ക് പ്രധാനമായിട്ടും അറിയാൻ സാധിക്കുന്നത് ഭാഗവത പുരാണത്തിലാണ്. മറ്റു പുരാണങ്ങളിലും ഇത് പറയുന്നുണ്ട്. സാധാരണ പറഞ്ഞു കേൾക്കുന്നത് പോലെ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നത് പാതാളത്തിലേക്കല്ല, സുതലത്തിലേക്കാണ്. ഹൈന്ദവ ക്രമപ്രകാരം അദലം, വിദലം, മഹാതലം തുടങ്ങി ഭൂമിക്ക് താഴെ 7 ലോകങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തേതാണ് സുതലം എന്ന് പറയുന്നത്. വാസുകി ഭരിക്കുന്ന പാതാളമാണ് ഏറ്റവും ഒടുവിലുള്ളത്. സുതലം എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്വർഗത്തേക്കാൾ മനോഹരമായിട്ടുള്ള ഭാഗമാണ്. അവിടെയാണ് മഹാബലി ഒരു ചക്രവർത്തിയായിട്ട് വാഴുന്നത്. ബാലി തനിച്ചല്ല സുതലത്തിലേക്ക് പോകുന്നത്. ഭാര്യ ബിന്ദാലിയുണ്ട്, ബാണാസുര അടക്കമുള്ള 100 മക്കളുണ്ട്, മുത്തച്ഛൻ പ്രഹ്ലാദനുണ്ട്, സഹായികളായിട്ട് അനേകം അസുരന്മാരുമുണ്ട്. ഇതിൽ ബാണാസുരൻ പിന്നീട് ഭൂമിയിലേക്ക് തിരിച്ചെത്തി മറ്റൊരു രാജ്യം സൃഷ്ടിച്ചു എന്നും പുരാണങ്ങൾ പറയുന്നുണ്ട്. ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദൻ, അദ്ദേഹത്തിന്റെ മകൻ വീരോചനൻ, അദ്ദേഹത്തിന്റെ മകനാണ് മഹാബലി. ഇതാണ് മഹാബലിയുടെ വംശാവലി. വിഷ്ണു അദ്ദേഹത്തിന് നൽകിയ വരങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് ചിരഞ്ജീവിയാകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് അദ്ദേഹം തന്റെ പ്രജകളെ കാണാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ഭൂമിയിലേക്ക് എത്തുന്നത്. മറ്റൊരു വരൻ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന മനന്തരത്തിൽ മഹാബലി ഇന്ദ്രനാക്കാം എന്നുള്ളതാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. മനന്തരം 30 കോടിയിലധികം വർഷങ്ങളുള്ള ഒരു കാലയളവാണ്. അങ്ങനെ ആകെ 14 മനന്തരങ്ങളാണ് ഉള്ളത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 7ാമത്തെ മനന്തരമായ വൈവസ്വത്വത്തിലാണ്. അതിനുശേഷം 8ാമത്തെ മനന്തരത്തിലാണ് മഹാബലി ഇന്ദ്രനായിട്ട് മാറുന്നത്. സുതലത്തില് സുദർശന ചക്രവുമായിട്ട് വിഷ്ണു തന്നെയാണ് മഹാബലിക്ക് കാവൽ നിൽക്കുന്നത്. വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്താതിരുന്ന വിഷ്ണുവിനെ അന്വേഷിച്ച് ലക്ഷ്മി ദേവി പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അവരും അവസാനം സുതലത്തിൽ എത്തുന്നുണ്ട്. മഹാബലിയെ രാഗി അണിയിച്ചുകൊണ്ട് തൻ്റെ സഹോദരനായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വിഷ്ണുവിനെ കൊണ്ടുപോകുന്നത്. നമ്മളിന്ന് ആഘോഷിക്കുന്ന രാഗിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. മിത്തുകൾ മാറ്റിവെച്ചാൽ സംഘകാലത്തെ ശ്രാവണോത്സവമാണ് ഓണമായിട്ട് മാറുന്നത്. AD 3-ാം നൂറ്റാണ്ടിലെ കൃതിയായിട്ടുള്ള മധുരൈ കൊഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. മായോൻ മേയ ഓണം നന്നാൾ എന്നാണ് ഈ കൃതിയിൽ ഓണത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷമാണ് ഇന്നത്തെ തമിഴ്നാട്ടിലെ ഭക്തി പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത്. ഭക്തി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വൈഷ്ണവരും ശൈവരും തമ്മിലുള്ളൊരു ചെറിയ രീതിയിലുള്ള സംഘർഷം തന്നെയായിരുന്നു അത്. ആദ്യ രാജാക്കന്മാരും ഈ ഭക്തി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ശൈവ വിശ്വാസികളായിട്ടും വൈഷ്ണവ വിശ്വാസികളായിട്ടൊക്കെ മാറുന്നുണ്ട്. പൊന്നിയിൻ സെൽവൻ സിനിമ കണ്ടുള്ളവർക്ക് അത് മനസ്സിലാവേണ്ടതാണ്. രാജാക്കന്മാർ അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ പിന്നീട് നിർമ്മിച്ചു തുടങ്ങുന്നുണ്ട്. അതായത് ശ്രാവണോത്സവം വളരെ താമസിയാതെ ഇല്ലാതായിട്ട് മാറുന്നുണ്ട്. ഏകദേശം 9-ാം നൂറ്റാണ്ടിൽ ശ്രാവണോത്സവം പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ട് പകരം പൊങ്കലായിട്ട് മാറുന്നുണ്ട്. പൊങ്കലും ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ തന്നെയാണ്. ഇതിൻ്റെ തെളിവുകൾ നമുക്ക് രാജശാസനങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. പൊങ്കലിന് വേണ്ടിയിട്ട് ഭൂമിയും പണവും നൽകുന്നതായിട്ടൊക്കെ ചെപ്പേടുകൾ പറയുന്നുണ്ട്. ഇത് ഏകദേശം ചോള രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലാണ് സംഭവിക്കുന്നത്. തുലോത്തുംഗ ചോളൻ 1-ാമൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ ശിലാശാസനങ്ങൾ സംഭവിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മാറ്റം ഓണത്തെ പൊങ്കലായിട്ട് പുനഃസ്ഥാപിച്ചപ്പോൾ കേരളത്തിൽ പക്ഷേ അത് തുടരുക തന്നെ ചെയ്തു. മഹോദയപുരം കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ചേര രാജാക്കന്മാർ അവരുടെ നാടുവാഴികളെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെയൊക്കെ കയ്യിൽ നിന്ന് നികുതി മേടിക്കുന്നതിന് ഒരു ഫെസ്റ്റിവൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ. അന്ന് ഏറെക്കുറെ എല്ലാ ഗ്രാമീണരും ആ ഭാഗങ്ങളിലേക്ക് എത്തും. അവിടെ ഫെസ്റ്റിവൽസ് നടക്കും, ആഘോഷങ്ങളുണ്ടാവും, സമൂഹ സദ്യ ഉണ്ടാവും, മറ്റു എല്ലാത്തരം കലാകായിക പ്രകടനങ്ങളുണ്ടാവും. അത്തച്ചമയൽ ഘോഷയാത്രയൊക്കെ തുടങ്ങുന്നത് ആ സമയത്താണ്. 12-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഉദയപുരം കേന്ദ്രീകരിച്ചുള്ള ചേര രാജാക്കന്മാർ തകരുകയും പകരം ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് നാട് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ സമയങ്ങളിൽ തൃക്കാക്കര കേന്ദ്രീകരിച്ചിട്ടുള്ള ഫെസ്റ്റിവൽ നിലച്ചു പോകുന്നു. വൈഷ്ണവഭക്തരായിരുന്ന തൃക്കാക്കരയിലെ ഗ്രാമീണർ ഈ സമയങ്ങളിൽ വാമനമൂർത്തിയുടെ ഒരു ശില്പം മണ്ണുകൊണ്ടുണ്ടാക്കി ശീലിക്കുന്നുണ്ട്. പിൽക്കാലത്ത് നമ്മൾ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്ന ശില്പം യഥാർത്ഥത്തിൽ വാമനമൂർത്തിയുടേതാണ്. ഓണം എന്നത് കേരളത്തിൽ പലയിടങ്ങളിലും പലതുപോലെ ആയിരുന്നെങ്കിലും അച്ചടിക്ക് ശേഷമാണ് ബാലിയുടെ കഥ, മഹാബലിയുടെ കഥ ഇതിനകത്ത് മിക്സ് ആവുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള വായന സംഭവിക്കുന്നത് അച്ചടിക്ക് ശേഷമാണ്. ദളിത് കർഷകർ പാടി നടന്ന പാട്ടുകൾ അച്ചടിക്ക് ശേഷം സമത്വത്തിന്റെ അടിസ്ഥാന ശൈലിയായിട്ട് മാറി. സഹോദരൻ അയ്യപ്പന്റെ ഒരു കവിതയുണ്ട്, വാമനോദർശം വെടിഞ്ഞിടണം മാബലി വായിച്ച വരുത്തിടണം എന്നൊരു കവിതയുണ്ട്. ഇതൊക്കെ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് അച്ചടിക്ക് ശേഷം സംഭവിക്കുന്നതാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലൊക്കെ മഹാബലിയുടെ തിരിച്ചുവരവ് ഒരു ആഘോഷമായിട്ടുണ്ട്. എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് എന്ന ടാഗിൽ ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും.